ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്റെ ഇൻട്രോ കേട്ടാരും നെട്ടാൻ നിക്കണ്ട. നമ്മൾ ഇന്നത്തെ പരിപാടി അറിയണത് നമ്മൾ ഒരു സ്ഥലം വരെ പോവാട്ടോ. ലാസ്റ്റ് വരെ കണ്ടോക്കി അപ്പൊ മനസ്സിലാവും. നമ്മൾ പോകുന്നതിനായി നമ്മൾ ബസ്സിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. ഞാൻ ഒറ്റക്കുള്ളൂ, വേറെ ആരുമില്ല എന്റെ കൂടെ. പുറത്തത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വന്ന സ്പോട്ടിൽ എത്തിക്കണേ, ബസ്സിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വന്ന ബസ് ഇതാണ് ട്ടാ. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബസ്സുകളുടെ ദോസ്തായ ദോസ്ത് ബസ് പോണേണ്ടത്. മോനെ ട്രക്ക് എന്നൊക്കെ പറഞ്ഞാ ഇതാണ് മോനെ ട്രക്ക്. എജാതി ലോഡിങ് റെയില് ഒന്നായിട്ട് വണ്ടിനെ കാട്ടി സാധനം ഉണ്ടായില്ലേ. അങ്ങനെ നമ്മൾ വന്ന സ്പോട്ടിക്ക് എത്തിക്കണേ, മമ്പുറത്തേക്കാണ് വന്നിക്കണത്. മമ്പുറത്തെ പാലത്തമ്മ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മമ്പുറത്തെ പാലത്തമ്മ കൂടി നടന്ന് പോവാൻ നല്ല വൈബാണ്. കാരണം നല്ല വ്യൂ ആണ്. പാലത്തിന്റെ അടിയിൽ പോയായതുകൊണ്ട് തന്നെ നല്ല വ്യൂ കണ്ടിങ്ങനെ പോവാ. അങ്ങനെ നമ്മൾ പാലത്തിന്റെ അടിക്ക് സ്റ്റെപ്പുമ്മ കൂടി ഇറങ്ങി പോവാൻ നിൽക്കുകയാണ്. ഇവിടെ അപകട സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാരും ശ്രദ്ധിച്ചു വേണം ഇറങ്ങി പോവാന്. ഞാൻ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പുമ്മ കൂടി ഇറങ്ങി നമ്മൾ അടിയിലെത്തിക്കണിട്ടാ. ഇവിടെ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റണില്ല. പക്ഷെ വള്ളത്തിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ കുറെ കാണാൻ പറ്റുന്നുണ്ട്. ഈ പൊരി വെയിലത്ത് നോമ്പ് നോറ്റി ഈ റിസ്ക് അടങ്ങാറൊക്കെ എടുക്കണ ആർക്കും വേണ്ടിയാ, ഇങ്ങക്കും വേണ്ടി. അപ്പൊ സപ്പോർട്ട് ചെയ്യണം എല്ലാരും. എന്റെ മുഖം നോക്കാൻ നിങ്ങള് വയർത്ത് കുളിച്ചൊരു പാത്ത് കഴിക്കണേ. ഞാനിപ്പോ ഇരിക്കണത് ബസ് സ്റ്റോപ്പിലാണ്. ബസ്സും കാത്തിരിക്കുകയാണ്. ഞാൻ ഒറ്റക്കന്നെ ഉള്ളൂട്ടാ, വേറെ ആരും ഇല്ല. ഞാൻ ബസ് വന്നപ്പോ വീഡിയോ ഓണാക്കിയപ്പോ ബസ് പോയി ആകെ മൂഞ്ചി. അങ്ങനെ വേറെ ബസ് വന്നപ്പോ വീഡിയോ ഓണാക്കാൻ നിന്നില്ല, വേഗം ചാടിയാണ്ട് കേറി. എല്ലാം എന്താ ചെയ്യാ. ഇത് പിന്നെ ചെറിയൊരു ബസ്സാട്ടാ, ആളൊന്നും അധികം ഇല്ല. പക്ഷെ ഇതിൽ ഇരുന്നിട്ട് ഊരെ പോണ്ട്. അമ്മാരി കുലുക്കാണ് കുലുങ്ങണത് ബസ്. അങ്ങനെ നമ്മളെ ബസ് ഹൈവേമ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാട്ടാ. അങ്ങനെ നമ്മളെ നാട്ടിലെത്തിക്കണ ബസ്സിന്റെ വഴിക്ക് പോയും ചെയ്ത്. അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ നമ്മൾ ഭാരതിന്റെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടെന്ന് ഓർമ്മ വന്നത്. എന്നും വാങ്ങണ ന്യൂഡിൽസ് അല്ല വാങ്ങാനുള്ളത്, പെരീക്കുള്ള കുറച്ച് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങാനുള്ളത്. ഞാൻ ഈ ചെറിയ പീടിന്ന് വാങ്ങാത്ത കാരണം അവിടെ അത്ര ഫ്രഷ് സാധനം കിട്ടൂല. നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല ഫ്രഷ് സാധനം കിട്ടും. നമുക്ക് തോന സാധനങ്ങളൊന്നും വാങ്ങാനില്ല. വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കൊടുന്നാ മതി എന്ന് പറഞ്ഞിക്കണേ. അതുകൊണ്ടാണ് കുറച്ച് വാങ്ങി. റമദാനായോണ്ട് തന്നെ വത്തക്കൊക്കെ ലോഡ് ഇറക്കി വെച്ചിക്കണേ. ഇമ്മ എന്നോട് 10 രൂപയ്ക്ക് ചപ്പ് വാങ്ങിയാ മതി എന്നാണ് പറഞ്ഞിക്കണത്. ഞാൻ അറിയാതെ കുറെ വാങ്ങിക്കണേ, എന്താവോ ആവോ. അങ്ങനെ സാധനങ്ങളൊക്കെ ബില്ലടിച്ച് കഴിഞ്ഞതിന്റെ ശേഷം നോമ്പറിഞ്ഞതിന്റെ ശേഷം കുടിക്കാൻ ഒരു ഫ്രൂട്ട് എടുക്കണ്ട് നമ്മള്. അങ്ങനെ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പെരീക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ടേ.